ഹാമാൻ ഫിർഔന് പോലും നബിയോരെ കണ്ടാലെന്നേ നന്നാകും. അപ്പോ ഈ വരികൾ എന്താണ് പറയുന്നത് എന്നത് വളരെ ക്ലിയർ അല്ലേ? അവർ റസൂലിനെ കാണുകയാണെങ്കിൽ അവർ നന്നാകുമായിരുന്നു എന്ന് പറയുന്ന വരി ഏതൊരു സാധാരണക്കാരൻ മുസ്ലിമിനെ കേട്ടാലും ഇതിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും എന്നതാണ് ഖുർആന്റെ പ്രഖ്യാപനം. അബൂജഹൽ, അബൂലഹബ് തുടങ്ങിയ ഒരുപാട് മുസ്ലിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച അവർക്കൊന്നും ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നത് വളരെ ക്ലിയർ ആണ്. അവർക്ക് റസൂലിനെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗുരുതരമായ വരികൾ, ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ അതിനെതിരെ ബോധമുള്ളവരാകാനും അതിനെതിരെ സംസാരിക്കുവാനുമുള്ള ആർജവവും വിവരവും ജ്ഞാനവും തന്റെ ഇടവും ഒക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതി, മുത്തുനബിയെ കാണേണ്ട പോലെ കാണണം. അങ്ങനെ കാണുന്നവരാണ് നേരായ രീതിയിലേക്ക് കടന്നു വരുന്നത്. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴും കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് എന്ത് വെളിച്ചം കിട്ടാനാണ്, അവർക്കെന്ത് സൂര്യനാണ് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെയൊക്കെ വാക്കുകൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നെത്തുന്നത്. എന്നെ കേൾക്കുന്നവരെ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി കടന്നു ചെന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന വ്യക്തി പോകുന്ന വഴിയിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ ആ ഭാഗം ഒന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ മനസ്സൊന്ന് അലിഞ്ഞു പോവുകയാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ ആർക്കിറങ്ങിയതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയതാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത്, അവിടുന്ന് മുത്തുനബിയുടെ ചാരത്ത് ചെന്ന് വാളുമായി വധിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും മുത്തുനബിയുടെ ആ പുഞ്ചിരിയുടെ മുഖമൊന്ന് കാണുമ്പോൾ അവിടുന്ന് തൻ്റെ ധീരതയുടെ ആ മനുഷ്യരൂപം ഇറങ്ങിപ്പോവുകയാണ്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് അവിടുന്ന് ഇസ്ലാമിക ഖലീഫയായി മാറുകയാണ്. എങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ആ മുഖത്തേക്ക് കാണേണ്ട രൂപത്തിൽ കണ്ടെങ്കിൽ ആർക്കും മാറാൻ സാധിക്കില്ലേ? അതാണ് ഈ പദ്യത്തിലൂടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ മോശപ്പെട്ട ചിന്തയിലാണ് ഇത്തരം വരികളൊക്കെ മോശപ്പെട്ട രീതിയിൽ കാണുന്നതെന്നും കൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഹങ്കാരത്തിൻ്റെ ഭാവത്തിൽ മാത്രം കണ്ണു തുറന്ന് കാണുന്ന അബൂലഹബ് എങ്ങനെയാണ് നേരിൻ്റെ വഴിയിലേക്ക് വരിക? പക്ഷേ തൻ്റെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം തൻ്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചയാളാണ് അബൂലഹബ്. ആ ആൺകുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ജനിച്ചത് തിങ്കളാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നരകത്തിൻ്റെ ശിക്ഷകൾ അനുഭവിച്ച് കിടക്കുന്ന അബൂലഹബിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ എല്ലാ തിങ്കളാഴ്ച ദിവസവും അല്ലാഹു തആല കുടിക്കാനുള്ള വെള്ളം നൽകുന്നുണ്ട്. അതിൻ്റെ കാരണം കേവലം ഒരു തിങ്കളാഴ്ച ദിവസം തൻ്റെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചു എന്ന സാധാരണ സന്തോഷം കൊണ്ട് മാത്രം അല്ലാഹു നൽകിയിട്ടുള്ളതാണെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സന്തോഷം പങ്കിടുന്ന ഒരുപറ്റം വിശ്വാസികളെ കുറ്റപ്പെടുത്താൻ ഇത്തരക്കാരൊക്കെ രംഗത്തേക്ക് വരുമ്പോൾ ഇവരുടെയൊക്കെ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു അന്തമുണ്ടോ, എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? അപ്പോൾ സന്തോഷത്തോടു കൂടി നാളത്തെ റാലിയിൽ നമ്മൾക്കൊക്കെ പങ്കുചേരാം. മുത്തുനബി നമ്മളുടെ ഹൃദയത്തിലാണ്, കേവലം നമ്മളുടെ പറച്ചിലിലല്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.